പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ദി റോക്ക് എന്ന സൂപ്പർ താരത്തിൻ്റെ ഡബ്ല്യുഡബ്ല്യുയിലേക്കുള്ള തിരിച്ചുവരവിനെ സംബന്ധിച്ചുള്ള ഏകദേശം ഉറപ്പായിട്ടുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഡ്വെയ്ൻ ജോൺസൺ അഥവാ റെസ്ലിംഗ് ആരാധകരുടെ സ്വന്തം ദി റോക്കിൻ്റെ ഡബ്ല്യുഡബ്ല്യുയിലേക്കുള്ള റിട്ടേൺ റെസ്ലിംമേനിയ 40 മുൻപ് ഏത് ഇവൻറ്റിലാണ് നടക്കാൻ സാധ്യത എന്നുള്ളത് എല്ലാവരും ഒരുപോലെ സംശയം പ്രകടിപ്പിച്ച ഒരു ചോദ്യമായിരുന്നു. ഏറ്റവും അവസാനമായി കഴിഞ്ഞ റോ എപ്പിസോഡിൽ വന്ന റോക്കിൻ്റെ ഒരു റിട്ടേണിൽ റോമൻ റെയിൻസിനെ ചലഞ്ച് ചെയ്യുന്നതിൻ്റെ സൂചനകൾ നൽകിയതാണ്. ആളുകൾ ഇനി റോക്ക് എന്നാണ് വരിക എന്നുള്ള ആ ഒരു ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള കാരണം അതിൻ്റെ ഒരു അപ്ഡേറ്റ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ റോക്ക് അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റായ ഓസ്ട്രേലിയയിൽ വെച്ച് നടക്കാൻ പോകുന്ന എലിമിനേഷൻ ചേംബർ 2024 അപ്പിയർ ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പിയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ദി റോക്കും ഗ്രേസൺ വോളർ എഫക്റ്റ് എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റിൻ്റെ ഭാഗം ആയിരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഗ്രേസൺ വോളർ എന്ന് പറയുന്ന റെസ്ലർ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു റെസ്ലറാണ്. ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു റെസ്ലർക്ക് മിക്കവാറും ഒരു മത്സരമോ ഒരു സെഗ്മെൻറ്റോ കൊടുക്കാൻ സാധ്യതയുള്ള ഒരു ഇവൻറ്റ് കൂടിയാണ് എലിമിനേഷൻ ചേംബർ. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൻ്റെ ഇടയിൽ അപ്രതീക്ഷിതമായി ദി റോക്ക് കയറി വരുന്നതും പിന്നീട് ഗ്രേസൺ വോളറും റോക്കും തമ്മിലുള്ള ആ ഒരു പ്രൊമോ ബാറ്റിലും അവസാനം റോക്ക് ഗ്രേസൺ വോളറിനെ ഫിനിഷർ അടിച്ചുകൊണ്ട് റിങ് വിട്ടു പോകുന്നതും അതിനു മുൻപ് റോമൻ റെയിൻസിനെ ഡയറക്റ്റായി ചലഞ്ച് ചെയ്യുന്ന കുറച്ച് വാക്കുകളും റോക്കിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധ്യത ഉണ്ടെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന റൂമർ കൊടുത്തിട്ടുള്ളത്. എന്തായാലും എലിമിനേഷൻ ചേംബറിൽ റോക്കിനെ കൊണ്ടുവരാൻ വേണ്ടി ഓസ്ട്രേലിയയുടെ ടൂറിസം വകുപ്പിലെ ഉന്നത തലങ്ങളിലുള്ള ഒഫീഷ്യൽസ് തന്നെ ഡബ്ല്യുഡബ്ല്യുയെയും റോക്കിനെയും സമീപിച്ചിരുന്നു എന്നുള്ള ഒരു വാർത്തകളും മാസങ്ങൾക്ക് മുൻപേ പുറത്തേക്ക് വന്നിരുന്നു. അപ്പോൾ ആ ഒരു റിപ്പോർട്ടും ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഈ ഒരു റിപ്പോർട്ടും എല്ലാം കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ എലിമിനേഷൻ ചേംബറിൽ റോക്ക് വരും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ദി റോക്ക് റിട്ടേൺ ചെയ്താൽ റോമൻ റെയിൻസിനെ നേരിടാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കും. അതിനു മുൻപ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സൂചന ലഭിക്കുകയാണെങ്കിൽ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി അപ്ഡേറ്റ് ചെയ്യാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.